എല്ലാവർക്കും നമസ്കാരം. ഓണാശംസകൾ. കഥകളി ക്ലബിൻ്റെ സെപ്റ്റംബർ മാസത്തെ പരിപാടി ആഗ്നിക കഴിഞ്ഞ കുറേ കാലമായി കഥകളി ക്ലബിൻ്റെ സജീവ സാന്നിധ്യമായി വർത്തിച്ച ഏകദേശം 20 വർഷത്തിന് താഴെ അധ്യക്ഷനായി ഒരു സമയപ്രതിസന്ധിയിൽ കഥകളി ക്ലബിനെ മുന്നോട്ട് നയിച്ച അഗ്നിശർമ്മൻ അയിനിപ്പിള്ളിയേട്ടൻ എന്നൊക്കെ നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്മരണയാണ് ആഗ്നിക എന്ന പേരിൽ കഴിഞ്ഞ 3 വർഷങ്ങളിലായി നമ്മൾ അനുസ്മരണം നടത്തി വരുന്നത്. ഈ വർഷം എത്രയും സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ പുത്രി ജ്യോതിയുടെയും കുടുംബാംഗങ്ങളുടെയും ശ്രമത്തിൻ്റെ ഫലമായി ക്ലബിനോടുള്ള സ്നേഹാദരണമായി അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കുന്നു. ആഗ്നികയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി പുഷ്പാർച്ചനയും അതിനോട് അനുബന്ധിച്ച് അനുസ്മരണ ഭാഷണവുമാണ്. ആദ്യമായി പുഷ്പാർച്ചന ചെയ്യുന്നതിലേക്കായി മകൾ ജ്യോതി വിജയനെയും ഒപ്പം സ്മര്യപുരുഷൻ്റെ സഹോദരനായ ഗണപതി അയിനിപ്പിള്ളിയെയും സാദരം വിളക്കൂർത്തുന്നതിലേക്കും പുഷ്പാർച്ചനയിലേക്കും ക്ഷണിക്കുന്നു. അച്ഛന് നൽകുന്ന ഒരു അർഘ്യമായി ഈ ആഗ്നിക മാറിയിരിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ സ്മരണകൾ ക്ലബിനെ ഒരു സമയസന്ധിയിൽ പ്രത്യേകിച്ച് ദീർഘവീക്ഷണത്തോടു കൂടി നയിച്ച രണ്ടാമത് തലമുറയുടെ ഒരു മുഖ്യ പ്രവർത്തകൻ തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരുപിടി ഓർമ്മകൾ കലാനിലയത്തിലും ഇരിങ്ങാലക്കുടയിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ കുറേ ഇടങ്ങളുണ്ട്. സ്മരണികയായി ഇന്നും നമ്മൾ കാണുന്ന കുറേ ഇടങ്ങളുണ്ട്, സ്മരണികകളുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകൾക്ക് മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്നു. അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിനായിട്ട് ക്ലബിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ക്ലബിൻ്റെ കുറേ കാലങ്ങളായി ക്ലബിനോട് ഏറ്റവും കൂടുതൽ സ്നേഹാദരണത്തോടെ ബന്ധമുള്ള പമ്പമേക്കാട് തിരുമേനിയാണ്. അദ്ദേഹത്തെ അനുസ്മരണ പ്രഭാഷണത്തിലേക്കായിട്ട് സാദരം ക്ഷണിക്കുന്നു. സദസ്സിലുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കും ഈ കഥകളി ക്ലബിൻ്റെ അഭ്യുദയകാംക്ഷികൾക്കും ഇന്നിവിടെ അനുസ്മരിക്കുന്ന അയിനിപ്പിള്ളി ഏട്ടൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും വിനീതമായിട്ടുള്ള നമസ്കാരം. അയിനിപ്പിള്ളി അഗ്നിശർമ്മൻ എന്ന അയിനിപ്പിള്ളി ഏട്ടനെ അനുസ്മരിക്കാൻ ഇതിനു മുമ്പ് ഒരിക്കൽ നോട്ടീസിൽ എൻ്റെ പേരൊക്കെ വെച്ചതാണ്. അവിചാരിതമായിട്ടൊരു സാഹചര്യം കാരണം അന്ന് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. ജ്യോതിയൊക്കെ വളരെ നിർബന്ധപൂർവ്വം പറഞ്ഞതാണ്, പക്ഷെ സാധിച്ചില്ല. ഇതിപ്പോൾ വീണ്ടും അതിലൊരു അവസരം തന്നതിൽ എനിക്ക് അങ്ങേറ്റത്തെ കൃതാർത്ഥതയും ഉണ്ട്. കാരണം അത്ഭുതകരമാണ്. ഞാൻ അയിനിപ്പിള്ളി എൻ്റെ ഞങ്ങളൊരു ഗ്രാമക്കാരല്ല. ഗ്രാമം ഞാൻ ഉദ്ദേശിച്ചത് ഇരിഞ്ഞാലക്കുട ഗ്രാമം, നമ്പൂതിരിമാരുടെ ഭാഷയിൽ. ബന്ധം ഒന്നുമില്ല. ശരിക്കും ഞങ്ങൾക്ക് ചാർച്ച പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ക്ഷണിക്കുകയും ചെയ്യുന്ന ചാർച്ച ബന്ധങ്ങളൊന്നുമില്ല. ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ
കൂടമാണിക്യസ്വാമിയാണ് ഞങ്ങളുടെ ഗ്രാമദേവത. നിരന്തരം ഇവിടെ വരുന്നതാണെങ്കിലും ഞാൻ ഇരിഞ്ഞാലക്കുടക്കാരനല്ല. 15 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടുന്ന്. എൻ്റെ മേഖല വളരെ വ്യത്യസ്തമാണ്. എങ്കിലും അദ്ദേഹത്തിന് കുറച്ചു കാലം ചില ചെറിയ മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് കൂടെ നിന്നതുകൊണ്ട് എന്നിൽ അദ്ദേഹത്തിനുണ്ടായ സ്വാധീനം ഒരു കുടുംബത്തിലെ കാരണവർക്കോ ജ്യേഷ്ഠ സഹോദരനോ ഉണ്ടാവുന്ന അതിലും വലിയൊരു സ്വാധീനമായിരുന്നു. എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് പലർക്കും അത്തരം അനുഭവം ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വ്യക്തിപ്രഭാവം ഉണ്ടായിരുന്നു. പരിചയപ്പെടുന്ന ആളുകളുടെ മുകളിൽ സ്വന്തം ഒരു എന്താ പറയുക സ്വാധീനം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്ന ഞാൻ എൻ്റെ ഒരു വിശകലനം. ഞാൻ അദ്ദേഹത്തിനെ പറ്റിയിട്ട് സ്മരിക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും തയ്യാറെടുപ്പൊന്നും നടത്തിയില്ല. എന്നുവെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചു. 2-3 വർഷമായില്ലേ. ഇപ്പം ഇവിടെ ഒന്ന് നിൽക്കുമ്പോൾ അയ്യപ്പള്ളിയേട്ടനെ പറ്റിയിട്ട് മനസ്സിലേക്ക് അദ്ദേഹത്തിനെ പറ്റി ആലോചിക്കാൻ തുടങ്ങുമ്പോൾ ഒരാൾ ചാടി മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അതിനു മുമ്പിൽ വലിയ മീശയും കാലം കൂടെയുള്ള ഒരാൾ മുന്നിൽ വന്നിട്ട് പറയാ, ആദ്യം എന്നെ സ്മരിച്ചിട്ട് മതി അയ്യപ്പള്ളി സ്മരിക്കാന്ന്. ചന്ദ്രേട്ടനെ പറ്റി ഞാൻ സൂചിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടോ എന്ന് വിചാരിക്കുന്നു. ചന്ദ്രൻ വാര്യർ എന്നുള്ള ചന്ദ്രേട്ടൻ അയ്യപ്പള്ളി മരിച്ച ദിവസം, അദ്ദേഹം നമ്മളെ വിട്ടുപോയ ദിവസം എനിക്ക് ഫോൺ ചെയ്തു. നിങ്ങൾ തിരുമേനി എന്നൊക്കെയാ വിളിക്കുക കേട്ടോ, ആർക്കും പരിഭവം തോന്നരുത്. തിരുമേനി ഇവിടെ അയ്യപ്പള്ളിയേട്ടൻ പോയി, വേഗം വരണം, ഇപ്പം ഇല്ലത്തേക്ക് കൊണ്ടുപോകും, ബാക്കി ക്രിയകളൊക്കെ അവിടെ പോയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണണമെങ്കിൽ പെട്ടെന്ന് വന്നോളൂ എന്ന് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു. അപ്പോൾ ചന്ദ്രേട്ടനറിയാം ഞങ്ങൾ പരസ്പരമുള്ള ഒരു അടുപ്പം എത്രയുണ്ട്, എനിക്ക് ഇദ്ദേഹത്തിനോടുള്ള സ്നേഹ ബഹുമാനങ്ങൾ എത്രയുണ്ടെന്ന് അദ്ദേഹം നല്ലോണം അറിയാം. ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി വണ്ടി എടുത്ത് വന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അവിടെ സമ്പ്രദായം അനുസരിച്ചൊക്കെ അവിടെ നിലത്തിറക്കിയിട്ടുണ്ട്. എനിക്കൊരു ബന്ധുവില്ലെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രദക്ഷിണം വെച്ച് ഒരു എന്താ പറയുക കാരണവരോട് ചെയ്യുന്ന പോലെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. ഞങ്ങളുടെ ഒരു സമ്പ്രദായം അതാണ്. അതിനുശേഷം പുറത്തു വന്നിട്ട് കുടുംബാംഗങ്ങളെയൊക്കെ കണ്ടു, സംസാരിച്ചു. അതിനുശേഷം പുറത്തു വന്നപ്പോൾ ചന്ദ്രേട്ടൻ പറഞ്ഞു, പേരക്കുട്ടിയുടെ പേരമകൻ്റെ വിവാഹത്തിൻ്റെ ഹോള് ബുക്ക് ചെയ്തും കൂടി കഴിഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് തിരുമേനി. അദ്ദേഹം അയ്യപ്പള്ളി എന്താ വിളിക്കാന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അദ്ദേഹം അയ്യപ്പള്ളിയേട്ടൻ വയ്യാതിരി, അതിനുമ്പ് ഒരു സ്ട്രോക്കൊക്കെ വന്ന് വിശ്രമത്തിലായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും അദ്ദേഹത്തിൻ്റെ കർത്തവ്യങ്ങളിൽ ദത്തശ്രദ്ധനായിരുന്നു. സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും എന്നെ വിളിച്ച അവിടെ ചില എന്താ പറയുക ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ പറയുന്നത് മുഴുവൻ നമുക്ക് വ്യക്തമാവില്ല. എങ്കിലും അദ്ദേഹം കർമ്മനിരതനായിരുന്നു. അപ്പോൾ ഈ വയ്യാത്ത അവസ്ഥയിലും 1 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ജ്യോതിയുടെ മകൻ്റെ കുഞ്ഞുകുട്ടൻ എന്നാ വിളിക്കാന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വിവാഹം 1 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ചന്ദ്രേട്ടൻ പറയാണ്, പെട്ടെന്ന് ചെല്ല്, അവിടെ പൈസ അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ ഹോള് കിട്ടിയില്ല എന്ന് വരും. അതും കൂടി ചെയ്തു വെച്ചിട്ടാണ് പോയത്. നിങ്ങൾ വലിയൊരു ഭാഗ്യമാണ്. ഇതുപോലെ ഒരു എന്താ പറയുക ഒരു കാരണവരെ ഞാൻ കുടുംബത്തിനോട് പറയാണ്. അപ്പോൾ ചന്ദ്രേട്ടനെ ഓർക്കാണ്ട് പറ്റില്ല. ഇപ്പം എന്താ പറയുക, അതും ഈ അയ്യപ്പള്ളിയേട്ടൻ്റെ ഒരു ഭാഗ്യമാണ്. ഞാൻ നേരത്തെ സ്വാധീനം പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ പരിസരത്ത് അദ്ദേഹം പറയുന്നത് ശിരസ വഹിച്ചുകൊണ്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ എല്ലാ മേഖലയിലും. ഇപ്പം കഥകളിക്കും അദ്ദേഹം വൈദ്യശാലയിലായിരുന്നപ്പോൾ അവിടെ എല്ലാവരുടെ ഒരു സങ്കേതമായിരുന്നു. അതല്ലെങ്കിൽ കഥകളി ക്ലബിൻ്റെ കാര്യത്തിലായാലും ഇനിയിപ്പോൾ 1-2 പ്രസ്ഥാനങ്ങൾ ഇവിടെ ജയവിജയ എന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നു, ശ്രീ സംഗമം, സോപാനം എന്നൊക്കെ പറഞ്ഞു. ഇതിലൊക്കെ പറയുന്ന ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട്, ഇപ്പം ചന്ദ്രേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ
ശ്രീരാമനും ഹനുമാനും പോലെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അദ്ദേഹം പറയണ എന്താ പറയാ, കടല് ചാടി അക്കരെ കിടക്കണം എന്ന് പറഞ്ഞാൽ റെഡി, ഞാൻ ചാടി പോവാൻ തയ്യാറാ. അതല്ല, മല എടുത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ എടുത്തു കൊണ്ടുവരും. അങ്ങനെയുള്ള സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ വലിയൊരു വിജയമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ ശ്രീരാമൻ ഇവിടെ ഉണ്ട്. ശ്രീരാമൻ പറഞ്ഞു, ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയതിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു. അതിന് പുള്ളിയേട്ടൻ മുന്നിൽ നിന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിന് യാതൊരു സംശയമോ ഭയവും ഇല്ല, മുന്നോട്ട് പോവാണ്. അത് മുന്നിൽ നിന്ന് നയിച്ചു അദ്ദേഹം. ആ ഒരു തലപ്പൊക്കം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കുറച്ചു കാലം അദ്ദേഹത്തിനോട് ഈ ശ്രീ സംഗമത്തിൻ്റെ ഒക്കെ കാര്യങ്ങളിൽ ബന്ധപ്പെട്ടോ, അദ്ദേഹം ഉറച്ച തീരുമാനം എടുക്കാനും അതനുസരിച്ചിട്ട് അതിന് വേണ്ട പരിഹാരം കണ്ടെത്താൻ അദ്ദേഹം യാതൊരു സംശയവും ഇല്ല. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അങ്ങനെ ഒരു സവിശേഷമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അപ്പം ONV കുറുപ്പിന്റെ പ്രസിദ്ധമായിട്ടുള്ള കവിതയുണ്ട് മുത്തച്ഛൻ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇപ്പോൾ നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും, എല്ലാവരും സാഹിത്യമൊക്കെ ബന്ധമുള്ള ആളുകളാണ്. ഹൃദയസ്പർശിയായിട്ടുള്ള കവിത. ഞാൻ പാടാൻ പുറപ്പെടില്ല, ഇപ്പൊ തന്നെ ഇതിന്റെ ഈ കലാലയത്തിന്റെ ഈ ഹോളൊക്കെ ജീർണിച്ചിട്ടുണ്ട്. അദ്ദേഹം തലയിൽ പതിച്ചാലോ വെച്ചിട്ട് ഞാൻ പാടാനൊന്നും പുറപ്പെടില്ല. വലിയ പാട്ടുകാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, എന്താ പറയാ, ഒരു സ്നേഹസമ്പന്നനായിട്ടുള്ള എന്നാൽ കർമ്മകുശലനായിട്ടുള്ള കാർക്കശ്യക്കാരനായിട്ടുള്ള ഒരു മുത്തശ്ശന്റെ ചിത്രം വരച്ച് കാണിക്കുന്നുണ്ട്. ആരെങ്കിലും പാടിയാൽ നന്നായിരിക്കും. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു അയിൽപ്പള്ളി എന്ന് എനിക്ക് തോന്നാറുണ്ട്. വെറുതെ ഇരിക്കുവാനാവില്ല മുത്തച്ഛൻ, അറിയില്ലേ പണിയൊന്നും ചെയ്തിടാതെ എന്ന്. അങ്ങനെയല്ല, എന്താ പറയാ, തുടങ്ങുന്നത് എങ്ങനെയാണ്, എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ, നമ്മ വിട്ട് എവിടേക്കു പോവാനാണല്ലേ ഉണ്ണി, ഇവിടെ ഈ ഉമ്മറത്തില്ലെങ്കിലും ഇവിടെ എവിടെയോ നിന്നെന്തോ ചെയ്യുകയാവാമെന്ന് തുടങ്ങുന്ന കവിത. വെറുതെ ഇരിക്കാനാവാത്ത സ്വന്തം പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട് ശ്രദ്ധാലുവായിട്ടുള്ള കർമ്മകുശലനായിട്ടുള്ള ഒരു മുത്തച്ഛന്റെ ചിത്രം വരച്ചാണ്. ആരെങ്കിലും പാടിയാൽ നന്നായിരിക്കും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറ്. നിങ്ങളുടെ ഭാഗ്യമാണ് ഈ പേരക്കുട്ടികളൊക്കെ, അല്ലെങ്കിൽ മകളുടെ ജ്യോതിയുടെയൊക്കെ ഒരു ഭാഗ്യമാണ്. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു മുത്തച്ഛന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു മുത്തച്ഛനായിരുന്നു അദ്ദേഹം. അത് അവരുടെ വാക്കുകൾ പറയായിരിക്കും കൂടുതൽ ഒരു കേൾക്കാൻ സുഖം. എങ്കിലും ഞാൻ പുറമേന്ന് അത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ വിവിധ മേഖലകൾ പറഞ്ഞു. അദ്ദേഹം വൈദ്യശാല നടക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഈ കലാനിലയമൊക്കെ ആയിട്ട് ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തില് കൂടൽമാണിക്യ സ്വാമിയുടെ അവിടെ നിരന്തരം വരുമെങ്കിലും കലാനിലയമൊക്കെ ആയിട്ട് കഥകളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു സുവർണ ജൂബിലി സമയത്ത് ഒരു ലേഖന മത്സരം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ സാഹിത്യവാസന ഉണ്ടെന്നാ വച്ചിരുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ലേഖനം എഴുതി അതിനുവേണ്ടി ഒരുപാട് റെഫർ ചെയ്തു. ഞങ്ങളുടെ മലയാള അധ്യാപകൻ അച്യുത മാഷ് എന്ന് പറയും, നാഷണൽ അവാർഡ് കിട്ടിയ യോഗ്യനായിട്ടുള്ള ആളാണ് അദ്ദേഹം. ഞങ്ങളെ കൊണ്ടൊക്കെ നിർബന്ധമായിട്ട് ലേഖനം എഴുതിച്ചു. അങ്ങനെയാണ് കഥകളിയുടെ ഒരു എന്താ പറയുക സങ്കേതം നമുക്ക് പിടിക്കുന്നത്. പിന്നെ ഈ കഥകളിയും നമ്മൾ പിടിച്ചാൽ പിന്നെ വിടില്ല, നമ്മൾ വഴിയാധാരമാക്കി കളയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വഴിയിൽ കഥകളി കാണാൻ വേണ്ടി വഴിയിൽ അലഞ്ഞു തിരിയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ബന്ധം വരുന്നത്. അപ്പം ആ സമയത്ത് ഇവിടെ കഥകളി ക്ലബിൽ നമ്മൾ വരുന്ന സമയത്ത് ഇളയത് മാഷായിരുന്നു എന്നിട്ട് ഓർമ്മ. അന്നത്തെ ഇളയത് മാഷ് പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം അയിനിപ്പള്ളി ഉണ്ടായിരുന്നു. ഇവരൊക്കെ പല സുഹൃത്തുക്കളും അന്നുണ്ട്. ചിലരെയൊന്നും ഇപ്പോൾ കാണാനില്ല. അന്ന് ഒരുപാട് എന്താ പറയുക പരിചയമുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പം അന്ന് മുതലാണ് നമുക്ക് ഈ കഥകളിയായിട്ടും ഈ കലാനിലയത്തിലെ ഇതൊക്കെ ആയിട്ടൊരു ബന്ധം വരുന്നത്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ഈ കഥകളിയെ പറ്റി പറയുമ്പോൾ ക്ലബിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ആർക്കൊന്നും തോന്നരുത് കേട്ടോ, ഈ സംഘാടകരുടെ ഒരു ഗൗരവം അത് അദ്ദേഹം ആ വ്യക്തിത്വം അദ്ദേഹം കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറ്. കാരണം ചിലർ ഈ കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ കവിയും കാമുകനും ഭ്രാന്തനും ഒരുപോലെയാണെന്നൊക്കെ പറയില്ല. കലാകാരന്മാർ ഒരു പ്രത്യേക ഒരു സൃഷ്ടിയാണ്. അവരുടെ സമ്പ്രദായങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ആ കലാകാരന്മാരോടുള്ള അമിതമായിട്ടുള്ള ആദരവ് എന്താ പറയണ്ടേ,
മൂത്തിട്ട് അവരെ സൽക്കരിച്ച് വഷളാക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ലേ, ഇപ്പോൾ കുറഞ്ഞു. അതിലൊന്നും അദ്ദേഹം പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ ഗൗരവം ഒട്ടും ചോരാതെ, എന്നാൽ ഇവർക്ക് അർഹതപ്പെട്ട എല്ലാ ബഹുമാനങ്ങളും കൊടുത്തുകൊണ്ട് സ്വന്തം ഒരു കുലീനത എന്ന് പറഞ്ഞാൽ അതും ആക്ഷേപകരമായിട്ടുള്ളൊരു വാക്കാണ്. കുലീനത കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അങ്ങനെ അല്ലാത്ത സന്ദർഭങ്ങൾ ഞാൻ കണ്ടിട്ട്, ഇപ്പോൾ ആസ്വാദകരുടെ കാര്യം പറയുമ്പോൾ ഇവിടെ കഥകളിയുടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. എന്നെ ഏറ്റവും ഞാൻ കോട്ടയം മുതൽ കോട്ടയ്ക്കൽ വരെ എല്ലാ കളിക്കും നിരന്തരം പോകാറുണ്ട്. ഒരു 80കൾ തൊട്ട് കാലഘട്ടങ്ങളിൽ എല്ലാ കളിക്കും പോകും, എവിടെയെങ്കിലും പോകും. വാഹനമൊന്നുമില്ല എങ്കിലും പോകും, ബസ്സിലൊക്കെ കയറി പോകും. ആ സമയത്തൊക്കെ അരോചകമായിട്ടുള്ള തോന്നിയുള്ള ചില കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും വളരെ കേമാന്ന് പറയും. ഗുരുവായൂർ പോയാൽ ഒരു വിദ്വാൻ നടയിൽ കയറി ഇരുന്നിട്ട് കൃഷ്ണനാരാശാൻ്റെ അല്ലെങ്കിൽ രാമോടിയാശാൻ്റെ ഒക്കെ വേഷം കണ്ടാൽ അതിനെ പറ്റിയിട്ടൊക്കെ കയ്യും കലാശവും കഴിച്ച അഭിപ്രായം പറയും. ഇപ്പോൾ ഇവിടെ പണ്ഡിതന്മാരിയ്ക്കുന്നുണ്ട്, ഇനി അവരുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. അതുപോലെ ഇപ്പം വേറെയും 2-3 ഒരു എന്താ പറയുക, ഇത് എവിടെയെങ്കിലും പറയണമെന്ന് വെച്ചിട്ട് പറയാം, മനുഷ്യനെ മുഷിപ്പിക്കുന്ന ചില ആസ്വാദകരുണ്ട്. അവരവിടെ നിന്നിട്ട് ഗോഷ്ഠി കാണിക്കും. കഥകളി കാണണ്ടാ തോന്നും ചിലപ്പോൾ. വലിയ മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ വേഷം ഇവിടെ ഞാൻ ഇപ്പോൾ ഈ സദസ്സിലൊന്നും ഇല്ലാട്ടോ വരുന്നു, അതും പറയാം. ആർക്കെങ്കിലും തെറ്റിദ്ധരിക്കരുത്, ആരും ഉദ്ദേശിച്ചാൽ. അവിടെ നിന്നിട്ട് കയ്യും കലാശം വെച്ച് ഗോഷ്ഠി കാണിക്കും. ആൺകുട്ടിയാശാനൊക്കെ ഒരു എന്താ പറയുക അവതരിപ്പിക്കുമ്പോൾ ഇവരുടെ ഒരു നാട്യം അതും കൂടി കണ്ട് നമ്മൾ സഹിക്കണം. അങ്ങനെ ചിലരുണ്ട്. അപ്പം ഞാൻ നെല്ലിയോടാശാനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഒന്നും അതിനെ നിഷേധിച്ചൊന്നും പറഞ്ഞില്ല. അതൊക്കെ അവരൊക്കെ നല്ല. അപ്പം എനിക്കത് കണ്ടാൽ, പലർക്കും അത് കണ്ടാൽ വളരെ അലോസരം തോന്നാറുണ്ട്. അതൊരു അങ്ങനെയുള്ളൊരു ആസ്വാദകൻ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനത്തെ ഒരു ആസ്വാദകനായിരുന്നില്ല അദ്ദേഹം. കഥകളിയൊക്കെ ആസ്വാദിക്കുമായിരുന്നു, കല അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, അതിൻ്റെ സ്ഫുരണമാണല്ലോ. ഇപ്പം മക്കളും പേരക്കുട്ടികളൊക്കെ ആ രംഗത്ത് കുറേ കൂടി വന്നത് അതിൻ്റെ ഒരു. അപ്പം അദ്ദേഹം അത് ഏത് മേഖലയിലും ഉള്ള പോലെ തന്നെ ആസ്വാദനത്തിൻ്റെ ഒരു മിതമായുള്ള സമ്പ്രദായമാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. എപ്പോഴും അണിയറയിലോ അല്ലെങ്കിൽ ഇവിടെ ഒന്നും അദ്ദേഹത്തിൻ്റെ സംഘാടകത്തിൻ്റെ ചുമതലയും ഒക്കെ അദ്ദേഹം നിർവഹിച്ച് അങ്ങനെ ഒതുക്കി കൊടുത്താണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ ചിലരുണ്ട് അങ്ങനെ. അതാണ് ആ രംഗത്തെ പറ്റിയിട്ട് എനിക്ക്. എന്നാൽ സ്വന്തം കർത്തവ്യത്തിനൊരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. കൃത്യമായിട്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ ഈ രാഷ്ട്രീയം ആ രംഗത്തും അദ്ദേഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വൈദ്യശാല എന്ന് പറഞ്ഞ ഒരു സാംസ്കാരിക കേന്ദ്രം, ഞാൻ പലപ്പോഴും അവിടെ പോകാറുണ്ട്. ഈ എന്താ പറയുക, സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. പക്ഷെ അതിലും അമിതമായിട്ടുള്ള ഒരു പ്രകടനപരത അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് ഞങ്ങൾ സാധാരണ വലുതായിട്ട് അവർക്കൊന്നും തോന്നരുത്, വലുതായിട്ട് പറയും. ഈ ഇരിഞ്ഞാലക്കുടയുള്ള ആൾക്കാർക്കൊക്കെ മോഹൻലാൽ പക്ഷ ഒരു ചായ്വുണ്ട് ഇടത്തോട്ട്. അവരൊരു ബാലൻസ് ചെയ്യാൻ ചെയ്യണമെന്നൊന്നും അറിയില്ല. ഇപ്പോൾ കുറച്ചൊക്കെ നേരെയായി വരുന്നുണ്ട്, പോട്ടെ, അത് മറ്റൊരു വിഷയം. അപ്പോൾ ആ ഒരു ചായ്വ് അദ്ദേഹത്തിനുണ്ടായിരുന്നു, എനിക്കറിയാം. പക്ഷെ അദ്ദേഹം ഈ എന്താ പറയുക, ഞാനൊരിക്കലും കണ്ടിട്ടില്ല ഈ എന്താ പറയുക, അന്തരീക്ഷത്തിന് ശബ്ദമലിനീകരണം നടത്തുന്നതിൽ വലിയ കോലാഹലങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉഗ്രമായിട്ടുള്ള ഒരു തർക്കം എന്താ പറയുക ഏർപ്പെട്ടുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹത്തിനൊരു പക്ഷമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാതെ. ഈ ഭാഗത്തെ ഒരു അന്തരീക്ഷം അനുസരിച്ചുള്ള ഒരു പക്ഷം എന്നേ ഞാൻ കരുതുന്നുള്ളൂ. എങ്കിലും അദ്ദേഹം അത് ഉള്ളിൽ സൂക്ഷിച്ചു, അതിനോട് അദ്ദേഹം മമതപ്പെടുത്തി, ആ ആശയത്തിനോട് അദ്ദേഹം കൂറുണ്ടായിരുന്നു. അതല്ലാതെ അമിതമായിട്ടുള്ള ഒരു പ്രകടനപരമായ ഒരു സമ്പ്രദായം അദ്ദേഹം രാഷ്ട്രീയത്തിലും കാണിച്ചിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ഞങ്ങൾ വ്യത്യസ്ത അഭിപ്രായക്കാണെങ്കിൽ പോലും സൗഹാർദ്ദത്തിന് ഒരു തടസ്സമില്ല. ഞങ്ങളൊക്കെ കുറച്ചുകൂടി വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ആളെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ സംയമനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് അങ്ങനെയായിരുന്നു. അതിനെ പറ്റിയിട്ടൊരു ഈർഷ്യ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതാണല്ലോ ഒരു കുലീനമായിട്ടുള്ള സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഇപ്പോഴത്തെ പോലെയുള്ള ഈ ഗോഗാവിളികളല്ലല്ലോ. അതിലും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം അദ്ദേഹം കാണിച്ചിരുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിലും എന്നാണ് എൻ്റെ പരിമിതമായിട്ടുള്ള ഇതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ അടുത്തത് ഇപ്പം ഈ അദ്ദേഹത്തിന് കൂടുതൽ പ്രതിഭ ഉണ്ടായിരുന്നത് ഇത്തരം ഈ എന്താ പറയുക ജയവിജയ അല്ലെങ്കിൽ ശ്രീസംഘം പോലുള്ള പ്രസ്ഥാനങ്ങളെ സൃഷ്ടിച്ച് വളർത്തിയെടുക്കുന്നതിന് അദ്ദേഹത്തിന് കൂടുതൽ പ്രാഗൽഭ്യം ഉണ്ടായിരുന്നത്. അത് ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ളതാണ്.
അദ്ദേഹം മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് ഒരു ഭയം ഉണ്ടായില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വക പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി വളർത്തിയെടുക്കുന്നതിന് വേണ്ട സുഹൃത്തുക്കൾ, വേണ്ട സഖാക്കൾ അദ്ദേഹത്തിന് സദാ സന്നിഹിതരായിട്ടുണ്ട്. ഇപ്പൊ ശ്രീരാമൻ ഇവിടെ ഉണ്ട്, വേറെ പലരും ഉണ്ട്. അവരായിരിക്കും പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്, പക്ഷെ മുന്നിൽ നിന്ന് നയിക്കാൻ അയിനിപ്പള്ളിയേട്ടൻ വേണം. അദ്ദേഹം അതിൻ്റെ മുന്നിൽ നിന്ന് നയിച്ചു. ഇപ്പം ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ജയവിജയായിട്ട് നമുക്ക് ബന്ധം ഉണ്ടായിരുന്നെങ്കിലും കൂടുതൽ ഈ ബിസിനസ് കാര്യങ്ങളിൽ ബന്ധപ്പെടുന്നത് ഇവിടെ ശ്രീസംഗമം, പേരൊക്കെ മാറിപ്പോകും, ക്ഷമിക്കണം, എന്ന് പറഞ്ഞിട്ട് ഇവിടെ പടിഞ്ഞാറ് നടയിൽ നമ്മൾ 1 ഏക്കറോളം ഭൂമി വാങ്ങിയിട്ട് അത് റോഡൊക്കെ വെട്ടി ഡെവലപ്പ് ചെയ്ത് 10 സെൻറ്റ് വീതം പലരും വാങ്ങി. അങ്ങനെ ഒരു ബിസിനസ് സംരംഭം തുടങ്ങിയപ്പോഴാണ് എന്നെ അദ്ദേഹം വലിച്ചിട്ടു. അപ്പം വാങ്ങിയ വിലയേക്കാളും ഒരു ചില ലക്ഷം രൂപ കൂട്ടിയിട്ടാണ് എൻ്റെ അടുത്ത് മേടിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് എൻ്റെ ഗുഡ് വിൽ ഉണ്ട്, അതിന് ഇത്ര വാല്യൂ ഉണ്ടെന്ന്. ശരി, അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു തർക്കമില്ല. അങ്ങനെ അവിടെ അതിലാണ് ഞാൻ അതും അദ്ദേഹം ആ വാങ്ങുന്നതിലും എല്ലാം കുറേ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ മുന്നിൽ നിന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി ആ സങ്കല്പം കൊണ്ടുവന്ന് അതവിടെ ഭൂമി വാങ്ങി അതിനുവേണ്ടി ഡെവലപ്മെൻറ്റ് നടത്തി വിറ്റ് അത് വിജയിപ്പിച്ചതിൽ ചുക്കാൻ പിടിച്ചതൊക്കെ അദ്ദേഹമാണ്. പിന്നെ ഇവിടെയുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിഞ്ഞാണ് അവിടെ കോലുവത്തെ ആ മുമ്പിലുള്ള കെട്ടിടം, 3 നിലയിലുള്ള കെട്ടിടം. അതൊരു അത്ഭുതമാണ്. ശ്രീരാമൻ എന്നോട് പറഞ്ഞു, അദ്ദേഹം ഇല്ലെങ്കിൽ ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുക പോലുമില്ല. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിഞ്ഞ ഒരു സ്ഥാപനമാണ്. അതിലും എനിക്കൊരു ചെറിയ പങ്കുണ്ടായിരുന്നു. ഞാനും അതിലൊരു 2 മുറികൾ ഇപ്പോൾ ജ്യോതി പറഞ്ഞിട്ട് ഞാൻ അതിൽ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് വെച്ച് വാങ്ങേണ്ടത്. അപ്പം അന്നും എന്താ പറയുക, അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് അദ്ദേഹത്തിന് അവശതയായ സന്ദർഭത്തിൽ മാത്രമാണ് ഈ ബിസിനസ്സൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് ഇനി കൊണ്ടു നടക്കാം. അപ്പം ഞങ്ങൾക്കൊന്നും ധൈര്യമില്ല. അദ്ദേഹം ഇല്ലെങ്കിൽ ഇതിനെ ഇനി പുതിയ പ്രൊജക്റ്റുകൾ എടുത്ത് നടത്തി വിജയിപ്പിക്കാന്നുള്ള ഒരു ധൈര്യം, ഒരു ലീഡർഷിപ്പ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നൊരു തോന്നലുകൊണ്ടാണ് നമ്മളത് കുറേശ്ശെ വൈൻഡപ്പ് ചെയ്ത് ഓരോരുത്തർക്ക് കൊടുത്ത് അവസാനിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെ ഏത് മേഖലയിലായാലും കഥകളെ പറയാൻ വെച്ചാൽ അനവധിയുണ്ട്. ഇപ്പോൾ രമേശൻ 20 മിനിറ്റ് എന്നാ പറഞ്ഞാണ്, ഏതാണ്ട് 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ മഹാരഥന്മാരായിട്ടുള്ള എന്താ പറയുക, ഞാനും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഈ എന്താ പറയണ്ടേ പ്രാസംഗികരും സംഗീതജ്ഞന്മാരും കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നൃത്തം കാണാൻ നമ്മൾ കൗതുകത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സുദീർഘമായിട്ട് സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഈ സന്ദർഭത്തിൽ ഇപ്പോൾ ഇത് എനിക്ക് ജ്യോതിയോടും ഒക്കെ കുടുംബാംഗങ്ങളോട് പറയാനുള്ളത്, ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധാഞ്ജലി ശ്രാദ്ധം ആണ് നിങ്ങൾ ഇവിടെ ആണ്ടുതോറും നടത്തുന്നത്. അത് വളരെ ഉചിതമായി ആത്മാർത്ഥമായിട്ട് പറയാണ്. കാരണം ഒരാൾക്ക് ഹിതമായിട്ടുള്ള അദ്ദേഹത്തിന് താല്പര്യമുള്ള വിഷയങ്ങൾ വിഭവങ്ങളൊക്കെ ഒരുക്കി അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തി, കുറച്ച് പേരേ ഉള്ളൂ, സാരില്ല, വിളിച്ചു വരുത്തി ഏതൊക്കെ മേഖലകളിലാണോ അദ്ദേഹത്തിന് മോഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് അതനുസരിച്ചുള്ളൊരു വേദി ഒരുക്കി ഇത്തരം ഒരു ശ്രദ്ധാഞ്ജലി നടത്തുന്നത് വളരെ ഉചിതമായി. നിങ്ങൾ ചെയ്യുന്നത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. കഥകളി ക്ലബ്ബായിട്ട് സഹകരിച്ചിട്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തുന്നത് അദ്ദേഹത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ശ്രദ്ധാഞ്ജലിയാണ്. അപ്പോൾ ഒരു ബഹുമാന്യ ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ എളിയ ഒരു ശ്രദ്ധാഞ്ജലി കൂടി ഞാൻ ഇവിടെ ഈ സന്ദർഭത്തിൽ അർപ്പിക്കാൻ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഇപ്പം അദ്ദേഹത്തിന് പേരക്കുട്ടിയുടെ നേരത്തെ പറഞ്ഞു ആ സംഗീതത്തിലുള്ള അതിനെ പറ്റിയിട്ട് എത്ര പറഞ്ഞാലും തീരാറില്ല. അപ്പം അത് ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഒരു ആഗ്രഹമായി കിടന്ന ഒരു കാര്യമായിരിക്കും. അദ്ദേഹം നിരവധി വേദികളിൽ ഇയാൾ കുഞ്ഞുകുട്ടൻ്റെ പ്രോഗ്രാം അവതരിപ്പിക്കണം, വീണ കച്ചേരി അവതരിപ്പിക്കണം, അദ്ദേഹത്തിന് അംഗീകാരം നേടുന്നുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹവും സന്തോഷവും അദ്ദേഹത്തിന് നിരന്തരം നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ അത്തരമൊരു വിഭവങ്ങളെല്ലാം ഒരുക്കിയിട്ട് ഈ കലാനിലയത്തിൻ്റെ എത്രയോ കാലം അദ്ദേഹം ഇവിടെ കഥകളി ക്ലബിൻ്റെ പ്രസിഡൻ്റായിട്ടൊക്കെ കൊണ്ടുവന്ന ഈ വേദിയിൽ തന്നെ ഇത്തരം ഒരു ശ്രദ്ധാഞ്ജലി സംഘടിപ്പിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. ഇപ്പം അതിന് എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും നിങ്ങൾക്കും കഥകളി ക്ലബിനും നേരെയാണ്. ഇനിയും ഒരുപാട് ഓർമ്മകളുണ്ട്, അതൊക്കെ മറ്റൊരു ദിവസത്തിലാവാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കുടമാണിക്യ സ്വാമിയുടെയും ഒക്കെ
ഞങ്ങളുടെ പാരമ്പര്യങ്ങൾക്ക് അനുഗ്രഹം കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തി വരുന്നവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആസ്തികരെ സംബന്ധിച്ചിടത്തോളം അവർ അപഞ്ചീകൃത ശരീരമായെങ്കിൽ ഇവിടെ അവർ സാന്നിധ്യമുണ്ട്, ഇവർ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഇവിടേക്കും പോയിട്ടില്ല മുത്തശ്ശൻ. അതിപ്പോൾ മുത്തശ്ശിയെ പറ്റി അദ്ദേഹം ONV പറഞ്ഞ പോലെ നിങ്ങളിൽ ഉപ്പായിട്ട് അദ്ദേഹം നിങ്ങളുടെ സംസ്കാരമായിട്ട് നിങ്ങളുടെ സ്മരണയായിട്ടൊക്കെ നമ്മുടെയൊക്കെ സ്മരണയായിട്ടൊക്കെ അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ വളരെ ഉചിതമായിട്ടുള്ള ഈ സന്ദർഭത്തിൽ പങ്കെടുക്കാനും വലിയ പ്രസംഗ പാഠമൊന്നും ഇല്ലെങ്കിലും എൻ്റെ ഉള്ളിലുള്ള 1-2 വാക്കുകൾ നിങ്ങളോട് ഷെയർ ചെയ്യാനും ഒക്കെ സാധിച്ചതിൽ അങ്ങേറ്റത് കൃതാർത്ഥതയുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മരണാഞ്ജലിക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. എല്ലാവർക്കും വിനീതമായിട്ടുള്ള നമസ്കാരം. ഏറ്റവും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും മാമുമ്മേക്കാട് ജാദവൻ നമ്പൂതിരിക്ക് കഥകളി ക്ലബിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. അതിനു മുമ്പായിട്ട് നമ്മളെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട അയിനിപ്പള്ളിയേട്ടൻ്റെ ദീപ്ത സ്മരണകൾക്ക് മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു. ഒട്ടൊരു സംരംഭത്തോടു കൂടിയാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഒരു ബഹുമുഖ പ്രതിഭയെ ഇവിടെ പരിചയപ്പെടുത്തുന്നതാണ് എന്നിൽ അർപ്പിച്ചിട്ടുള്ള ദൗത്യം. ഇന്ന് ഇവിടെ അഗ്നിശർമ്മൻ സ്മാരക പ്രഭാഷണം നടത്തുന്നത് ശ്രീജിത്ത് നന്ദകുമാറാണ്. വിഷയം കലാപ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും വ്യക്തിജീവിതത്തിലെ പ്രാധാന്യം. ഇതാണ് വിഷയം. അപ്പോൾ ഇതിൽ ശ്രീജിത്ത് നന്ദകുമാറിനെ പരിചയപ്പെടുത്തുന്നതാണ് എന്നിൽ അർപ്പിച്ചിട്ടുള്ള ദൗത്യം. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞു ഒരു ചെറിയ സംരംഭത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയും. അപ്പോൾ യാദൃച്ഛികമായിട്ടാണ് ശ്രീജിത്ത് നന്ദകുമാർ ഇരിങ്ങാലക്കുടയിലുണ്ടെന്നും നമുക്ക് കാണാൻ കഴിയും എന്ന് വിചാരിച്ചതും ഒക്കെ അന്നാണ്. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. നമ്മുടെ സ്വന്തം നാട്ടുകാരനായ മോഹൻ സംവിധാനം ചെയ്ത 2 പെൺകുട്ടികൾ എന്നിട്ടൊരു സിനിമയുണ്ട്. ഈ 2 പെൺകുട്ടികൾ എന്നുള്ള സിനിമയുടെ രചയിതാവ് അല്ലെങ്കിൽ അതിൻ്റെ മൂലകഥ നോവൽ ശ്രീ VT നന്ദകുമാർ എഴുതിയതാണ്. തികഞ്ഞ നിഷേധിയും അതിലുപരി സർഗാത്മക പ്രതിഭയുമായ ശ്രീ VT നന്ദകുമാറിൻ്റെ പുത്രനാണ് ശ്രീജിത്ത് നന്ദകുമാർ. അപ്പോൾ അതിൽ കൂടുതലൊന്നും പറയണ്ടല്ലോ. ജേർണലിസം, അതായത് പത്രപ്രവർത്തനം, നോവൽ, ചെറുകഥകൾ, നാടകം, തിരക്കഥ, ചലച്ചിത്ര ഗാനരചന എന്നു വേണ്ട എല്ലാ മേഖലകളിലും വ്യാപരിച്ചിട്ടുള്ള ശ്രീ VT നന്ദകുമാറിൻ്റെ മകനും മറ്റൊരു തരത്തിലാവാൻ സാധ്യത വളരെ കുറവാണല്ലോ. അത് തന്നെയാണ് ശ്രീജിത്ത് നന്ദകുമാർ. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കേട്ട് കാണും, അപരാധി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. സലിൽ ചൗധരി സംഗീതം നൽകിയിട്ടുള്ള ആ സിനിമയിൽ നന്മ നേരും അമ്മ വിണ്ണിൻ രാജകന്യ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് പാടിയത് ശ്രീജിത്തും ഇപ്പോൾ വളരെ പ്രസിദ്ധയായിട്ടുള്ള ഗായികയായിട്ടുള്ള സുജാത, അന്ന് ബേബി സുജാതയായിരുന്ന ബേബി സുജാതയും കൂടിയിട്ടുള്ളതാണ്. വളരെ ചെറുപ്പത്തിലെ ഈ ഇതിഹാസ പുരാണങ്ങളിലൊക്കെ വളരെ ക്ലിയറായിട്ടുള്ള അവഗാഹം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീജിത്ത് നന്ദകുമാർ. ഇനി അതിൻ്റെ അടുത്ത തലത്തിലേക്ക് കിടക്കുകയാണ്. ശ്രീജിത്ത് ആകാശവാണിയിലെ ഒരു ഗ്രേഡഡ് ആർട്ടിസ്റ്റാണ്. ശാസ്ത്രീയ സംഗീതത്തിലും കർണാട്ടിക് സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും. ഇതിൻ്റെ തുടർച്ചയെന്നോണം നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ മറ്റൊരു നാട്ടുകാരനായ P. ജയചന്ദ്രൻ, നമ്മുടെ ജയേട്ടൻ, പാടി പ്രസിദ്ധമാക്കിയ പുഷ്പാഞ്ജലി എന്ന ആ ഗാനം ആൽബത്തിൻ്റെ ഭക്തിഗാന ആൽബത്തിൻ്റെ സംഗീത സംവിധായകനായ PK കേശവൻ നമ്പൂതിരിയും അന്ന് ഓൾ ഇന്ത്യ റേഡിയോയിലുണ്ട്. അന്ന് കാലത്ത് ഓൾ ഇന്ത്യ റേഡിയോയിൽ കൂടെ വന്നിരുന്ന പല ഗാനങ്ങളും PK കേശവൻ നമ്പൂതിരി സംഗീതം നൽകിയിട്ടുള്ള ഈ ഗാനങ്ങളെല്ലാം ആലപിച്ചിട്ടുള്ളത് ഒന്നുകിൽ ശ്രീജിത്ത് നന്ദകുമാറും
അല്ലെങ്കിൽ ജി വേണുഗോപാലുമാണെന്നുള്ള മറ്റൊരു സത്യം വളരെ അടുത്ത കാലത്താണ് അറിഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു തലത്തിലേക്ക് പോവുകയാണ്. കേരള പ്രസ് അക്കാഡമിയിൽ നിന്നും ജേർണലിസത്തിൽ വളരെ സ്തുത്യർഹമായിട്ടുള്ള ഒരു ബിരുദം നേടിക്കൊണ്ടാണ് അദ്ദേഹം ജേർണലിസത്തിലേക്ക് കിടക്കുന്നത്. എനിക്ക് തോന്നുന്നത് ആദ്യത്തെ പത്രപ്രവർത്തനം മംഗളം വാരികയുടെ വാരാന്ത്യ പതിപ്പിൻ്റെ ഹെഡായിട്ടായിരുന്നു. പിന്നീട് പല പത്രങ്ങളിലും ആയിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. അവസാനമായിട്ടുണ്ടായിട്ടുള്ളത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ തൃശ്ശൂർ ബ്യൂറോ ചീഫായിട്ടായിരുന്നു. ഇത് കഴിഞ്ഞ് വീണ്ടും ഒരു തലം കൂടെ ഉണ്ട് ശ്രീജിത്തിനെ കുറിച്ച് പറയാൻ. അഡ്വർടൈസിങ്. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട അഡ്വർടൈസിങ് ഏജൻസിയിലൊന്നായിട്ടുള്ള സെൻട്രൽ അഡ്വർടൈസിങ് ഏജൻസി, സെൻട്രൽ പിക്ചേഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ടുള്ള സെൻട്രൽ അഡ്വർടൈസിങ് ഏജൻസിയുടെ ഒരു വളരെ ക്രിയേറ്റീവ് ഹെഡായിട്ടും ശ്രീജിത്ത് നന്ദകുമാർ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഈ ചില അവധൂത സങ്കല്പങ്ങളെ കുറിച്ച് പറയില്ലേ, ഏകദേശം ആ ഒരു രൂപത്തിൽ, അതായത് എൻ്റെ മനസ്സിൽ ഒരു അവധൂത സങ്കല്പം എന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുള്ളൂ. ഒന്ന് ചെസ്സിൻ്റെ ഇതിഹാസമായിട്ടുള്ള ബോബി ഫിഷർ, മറ്റൊന്ന് തൃത്താല കേശവ പൊതുവാൾ, അല്ലെങ്കിൽ നമ്മുടെ സാക്ഷാൽ ഉണ്ണികൃഷ്ണ കുറുപ്പാശാൻ. ഇങ്ങനെയുള്ള ചില അവധൂതന്മാരുടെ മറ്റൊരു പതിപ്പാണ് ശ്രീജിത്ത് നന്ദകുമാർ എന്ന് പറയുകയാണെങ്കിൽ അതിൽ ഒട്ടും അതിശയോക്തി ഞാൻ കലർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധം ഉള്ളൊരു വ്യക്തി തന്നെയാണ് ശ്രീജിത്ത് നന്ദകുമാർ. സ്വന്തം രാഷ്ട്രീയത്തിൻ്റെ ബേസ് വെച്ചിട്ട് കലാ, സാംസ്കാരിക, പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ നിരന്തരമായിട്ട് നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ശ്രീജിത്ത് നന്ദകുമാർ. അങ്ങനെയുള്ള ആ ശ്രീജിത്ത് നന്ദകുമാറിനെ ഇന്ന് ഈ വേദിയിലേക്ക് നമ്മുടെ അയിനിപ്പള്ളി അഗ്നിശർമ്മേട്ടൻ്റെ സ്മാരക പ്രഭാഷണം നടത്തുന്നതിനായി ഞാൻ സസ്നേഹം ക്ഷണിക്കുന്നു. നന്ദി. നമസ്കാരം. നിറഞ്ഞാടിയ ഒരു നയന വിരുന്നിന് ശേഷം ഒരു പ്രഭാഷണം നടത്താൻ ക്ഷണിക്കുന്നത് പാലടപ്രഥമന് ശേഷം പാവയ്ക്ക ഉപ്പേരി വിതരണം ചെയ്യുന്ന പോലെയാണെന്നറിയാം. ഇതിന് ശേഷവും ഈ വിരുന്ന് തുടരുന്നതാണ്. നൃത്തമുണ്ട്. പക്ഷേ അതിനിടയിലും ഈ പറഞ്ഞതുപോലെ ശ്രീ അഗ്നിശർമ്മൻ സ്മാരക പ്രഭാഷണം എന്ന ഔപചാരികത എന്നിൽ ഏൽപ്പിച്ചതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എൻ്റെ സംസാരം നിങ്ങൾ സഹിക്കണം അത്ര നേരം. അപ്പോൾ ഇത് നമ്മൾ കണ്ടത് ഒരു ചെറിയ മുഹൂർത്തമല്ല. ഒരു പക്ഷേ ഈ കഥകളിയുടെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള വികാരനിർഭരമായ ഒരു രംഗം. 100-ലേറെ രാമായണങ്ങളുണ്ട്, 112-ലേറെ രാമായണങ്ങളുണ്ടെന്നാണ്. അതിൽ പലതും ഈ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയിൽ നിന്നാണ് തുടങ്ങുന്നത്. വാത്മീകി എന്ന മൂലകാരണത്തിൽ നിന്നാണ് ശേഷം വ്യാഖ്യാനങ്ങളും സാമൂഹ്യ നിർമ്മിതി. ഓരോ വ്യാഖ്യാനവും ഈ പറഞ്ഞ കലാകാരൻ്റെ സാമൂഹ്യ പ്രവർത്തനമാണ്. കണക്കിന് ഓരോ കലാകാരനും നമ്മളിപ്പോൾ കണ്ടത് മേഘനാഥൻ എന്ന് പറയുന്ന ആ കഥാപാത്രത്തിൻ്റെ ഭാര്യയായ സുലോചന ഒരുപക്ഷെ ഭാഗവത പ്രചോദിതമായ അനന്തൻ്റെ മകനാണ് അനന്തനാണ് ലക്ഷ്മണൻ, ലക്ഷ്മണൻ്റെ മകളാണ് സുലോചന എന്ന് ഈ വിഷയം തിരഞ്ഞെടുത്ത് ഇത് ഇങ്ങനെ രചിച്ച് സ്റ്റേജിലേക്ക് രംഗവേദിയിലേക്ക് കൊണ്ടുവന്ന് രംഗഭാഷയായി നിർമ്മിച്ച് ഒരു വളരെ സിലക്റ്റീവായൊരു ഓഡിയൻസിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഉള്ള മനോധർമ്മം, അതിനെയാണല്ലോ കലാശം എന്ന് പറയുക. ഈ മനോധർമ്മമാണ് ഒരു കലാകാരനെ കലാകാരനാക്കുന്നത്. അത് ഏത് ക്ലാസിക്കൽ കലയായാലും
മറ്റ് കലകളായാലും ഈ ഇത് തന്നെയാണ് ഈ മനോധർമ്മം, ഒന്നിൽ നിന്ന് മറ്റൊന്ന് പുനർനിർമ്മിക്കാനുള്ള കഴിവാണ് ഒരു കലാകാരന്, ഒരു കലാകാരിയെ കലാകാരനെയോ കലാകാരിയെയോ സാമൂഹ്യ ജീവിതത്തിൽ നിപുണയാക്കുന്നത്. ഒരു ഇപ്പോൾ കഥകളിയിൽ തന്നെ പിന്നീടുണ്ടായ പരിഷ്കാരങ്ങൾ, ഇപ്പോൾ കപ്പളിങ്ങാടനെക്കുറിച്ചുള്ള ഐതിഹ്യമാലയിലെ അവതാരാംശമായിട്ടാണ് കണ്ടത്. അച്ഛൻ ചെന്ന് നോക്കിയപ്പോൾ കപ്പളിങ്ങാടൻ കിടന്നുറങ്ങുന്നത് അവതാരാംശമായിട്ടാണ് കണ്ടത് എന്ന് പറയുന്നത് കലാകാരൻ ഒരു അവതാരമാണ് എന്ന നിലയിലാണ്. കാളിദാസൻ ദേവദാസിയുടെ കാൽക്കലർപ്പിച്ച പൂക്കൾ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് മുന്നിലാണ് രാജാവ് കണ്ടത് എന്ന് ഭാരതം പറയുമ്പോൾ കല കൈവല്യമാണ് എന്നാണ് നമ്മുടെ ദാർശനിക നിലപാട്. കല മോക്ഷമാണ്, ആനന്ദമാണ്. ഈ ആനന്ദം സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാൻ ബാധ്യസ്ഥനാണ് കലാകാരനോ കലാകാരിയോ എന്നിടത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള കലാപ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങളായി മാറുന്നതിൻ്റെ പ്രമേയം ആരംഭിക്കുന്നത്. അപ്പം അത് വ്യക്തിജീവിതത്തിൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, വ്യക്തിജീവിതം പലപ്പോഴും നമുക്കറിയാവുന്ന, ഇപ്പോൾ രാഗത്തിലായാലും ഈ ഈ ഈ കഥയുടെ രാഗാനുപാനം അസാധ്യമായിരുന്നു. ഈ പറഞ്ഞതുപോലെ അഠഹണ എന്ന കരുണാർദ്രമായ രാഗം, അത് എം ടി രാമനാഥൻ കേമായിട്ട് പാടി വച്ചിട്ടുള്ള രാമുനി, ഇതെഴുതിയ ത്യാഗരാജൻ്റെ വ്യക്തിജീവിതം ഈ പറഞ്ഞതുപോലെ വിഷാദം നിറഞ്ഞതായിരുന്നു, ദുഃഖം നിറഞ്ഞതായിരുന്നു. മോക്ഷമുഖലത എന്ന് അമ്മ ത്യാഗുവിനോട് ചോദിക്കുകയാണ്, നീ എല്ലാം നിഷേധിച്ചു, പുരസ്കാരങ്ങൾ നിഷേധിച്ചു, കിട്ടാവുന്ന സൗഭാഗ്യങ്ങളെല്ലാം നിഷേധിച്ച് ദൈവത്തെ ഈശ്വരനെ ആരാധിക്കുമ്പോൾ എനിക്ക് എൻ്റെ കർമ്മം ഞാൻ നിറവേറ്റാതെ പോയല്ലോ ത്യാഗു എന്ന് പറയുമ്പോൾ ത്യാഗരാജൻ പാടുന്നതാണ് മോക്ഷമുഖലത. അപ്പോൾ ഇത്തരത്തിൽ വ്യക്തി ജീവിതം എന്ന് പറയുന്നത് ഹൈദരാലി മാഷയെ പരിചയപ്പെടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ കഥകളി രംഗത്തേക്ക് ഈ പറഞ്ഞതുപോലെ നിശബ്ദമായൊരു വിപ്ലവം കഥകളി സമൂഹം, സഹൃദയ സമൂഹം, കഥകളി സമൂഹം ചെയ്തതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഭ. അദ്ദേഹം എന്തിഹം മാനസേ ഹിന്ദോളത്തിൽ പാടുമ്പോൾ ഈ പറഞ്ഞ രാഗം, കഥകളി സംഗീതം എന്ന ശാഖയ്ക്ക് ഒരു പുതിയ തലം വരികയാണ്. പിന്നണി പാടുകയല്ല, കഥകളി സംഗീതം എന്നത് മാറി നിൽക്കുന്ന ഒന്നാണ് എന്ന് ഈ കഥകളി സഹൃദയ സമൂഹം അന്ന് തെളിയിച്ചത്. ഇന്ന് നിൽക്കുമ്പോൾ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ നിറവാണ്. ഒരുപാട് സാമൂഹ്യ മാധ്യമങ്ങൾ നിറഞ്ഞാടുമ്പോൾ രണ്ട് തരത്തിൽ ഈ കല, ഇത്തരം കലകൾ, ഏതുതരം കലയായിക്കോട്ടെ, ഇത്തരം കലകൾക്ക് രണ്ട് തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ഇതിനൊരു തരം വികലമായ മാനദണ്ഡങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഡീഫോംഡ് എസ്തെറ്റിക്സ് എന്ന് പറയാവുന്ന, ആർക്കും എന്തും അവതരിപ്പിക്കാം എന്ന നിലയിലേക്ക് കല ജനകീയവൽക്കരിക്കപ്പെടുന്നുണ്ട്. ജനകീയവൽക്കരിക്കപ്പെടുന്നത് ഒരു മോശം കാര്യമല്ല, ജനകീയവൽക്കരിക്കപ്പെടുക തന്നെ വേണം. കാരണം ഇന്ന് കഥകളി എന്ന ആ മാധ്യമത്തിൽ നിന്ന് പിന്നീട് കേരളം കണ്ട നാടകം, വെള്ളരി നാടകത്തിൽ നിന്ന് നാടകം, കഥാപ്രസംഗം, അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ഈ പറഞ്ഞ യൂട്യൂബ്, സാമൂഹ്യ മാധ്യമങ്ങളിലെ ഷോർട്ട് ഫിലിംസ്, പിന്നീട് വന്ന സിനിമ, ഓഫ് കോഴ്സ്, ഇതെല്ലാം ലളിതമായ രീതിയിൽ കഥകൾ പറഞ്ഞ് ജനകീയമാക്കിയതാണ് ഈ വിഷയങ്ങളെല്ലാം. എങ്കിലും അപ്പോഴും ഈ പറഞ്ഞ ഒരു കല ആവശ്യപ്പെടുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഗുണമേന്മ എന്നാണ് അതിൻ്റെ വാക്ക് മലയാളം. അതത്ര കൃത്യമാണോ എന്ന് എനിക്കറിയില്ല. ഈ ശുദ്ധകല എന്നൊന്നില്ല എന്ന് പറയാമെങ്കിലും കലാകാരൻ്റെ ശുദ്ധി, ഇപ്പോൾ ഇവിടെ നിറഞ്ഞാടിയ മേഘനാഥൻ എന്ന കലാകാരൻ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ അതാണ് ആ കലയുടെ ശുദ്ധി എന്ന് പറയുന്നത്. ഈ ശുദ്ധി നിലനിർത്താൻ പലപ്പോഴും പരിശീലനം ലഭിച്ചിട്ടില്ലാത്ത എന്ത് കലയ്ക്കും അത്രത്തോളം വർഷങ്ങളുടെ ഒരു സപര്യ, ഒരു തപസ്യ ആവശ്യമുണ്ട്. എന്ത് തരം കലയായിക്കോട്ടെ. അത് പിന്നീട് വന്ന് ഇനിയിപ്പോൾ സിംഫോണിക് മ്യൂസിക്, ചേംബർ മ്യൂസിക് എന്നെല്ലാം പറഞ്ഞ് പടിഞ്ഞാറുണ്ടായ സംഗീതത്തിന് ശേഷം അല്ലെങ്കിൽ ബാലയ്ക്ക് ശേഷം വന്ന റോക്ക് മ്യൂസിക്കും മറ്റ് കലാശില്പങ്ങളായാൽ പോലും വർഷങ്ങളോളമുള്ള സാധനയുടെ ഫലമായി ഉണ്ടാവുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ എത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ നിർഭാഗ്യവശാൽ ഈ സാധനയൊന്നും വേണ്ടാതെ, സാധകമൊന്നും വേണ്ടാതെ റീൽസ് ചെയ്യുക,
ചെറിയ ഷോർട്സ് ചെയ്യുക, ഇൻസ്റ്റഗ്രാമൈസ് ചെയ്യുക, ഇത്തരം വാക്കുകളിലൂടെ ഇത്തരം കലകളിൽ നൈപുണ്യം നേടിയിട്ടില്ലാത്ത, സാമർഥ്യം നേടിയിട്ടില്ലാത്തവർ ഇത് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന, സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു തരം സില്ലിനെസ് സംഭവിക്കുന്നുണ്ട്. അതുണ്ടാക്കുന്ന ഒരു എസ്തറ്റിക്സ്, സൗന്ദര്യബോധം, ലാവണ്യബോധം ഒരു സമൂഹത്തിൻ്റെ, വികസ്വര സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് നന്നല്ല. സമൂഹത്തിനൊരു ലാവണ്യബോധമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കലകൾ ഇന്നും നിലനിൽക്കുന്നത്. ആ ലാവണ്യബോധം എന്ന് തീരുന്നോ അന്ന് ഇത്തരം കലകൾ ഇല്ലാതാകും. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ കല ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരു 50 വർഷം മുമ്പ് ഒന്ന് ഓർത്തു നോക്കൂ. 50 വർഷം മുമ്പ്, 50-60 വർഷങ്ങൾക്ക് മുമ്പ് കളിവിളക്കിൻ്റെ വെളിച്ചത്തിൽ മാത്രം കാണാമായിരുന്ന അംഗികം, ഈ പറഞ്ഞ ആഹാര്യവും, ഇന്ന് ഈ പാരലൽ ലാമ്പുകളുടെ വെളിച്ചത്തിൽ നമുക്ക് സൂക്ഷ്മാഭിനയം പോലും സാധ്യമാകുന്ന രീതിയിൽ സാധ്യമാക്കിയത് വൈദ്യുതിയാണ്. അപ്പോൾ വൈദ്യുതി ടെക്നോളജി എന്ന് പറയുന്നത് 2 തരത്തിൽ നമ്മെ സഹായിക്കുന്നുണ്ട്. വൈദ്യുതി വന്നതോടുകൂടി ഇത്തരത്തിൽ നിറഞ്ഞാടാനും പകർന്നാടാനും ഭാവമാറ്റം, രംഗഭാഷ തന്നെ മാറ്റിമറിക്കാനും അതിൻ്റെ ഉള്ളടക്കം മാറ്റാനും ടെക്നോളജിക്ക്, സാങ്കേതികതയ്ക്ക് കഴിഞ്ഞു. അതിനുശേഷം ക്യാമറകൾ വന്നതോടുകൂടി ഇത് ഈ പറഞ്ഞ പോലെ ഭാവിയിലേക്ക് പകർത്താൻ ഉള്ള സാധ്യതകൾ വന്നു. രംഗകലകളാകട്ടെ, അക്ഷരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ക്ഷരമില്ലാത്തതായതുകൊണ്ട് 10,000-10,000 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും പാപ്പരസിലോ അല്ലെങ്കിലോ നമ്മുടെ ഡിജിറ്റൽ സ്ക്രീനിലോ ഈ അക്ഷരം, കവിത, സാഹിത്യം എന്നിവ നിലനിൽക്കും. അതിനൊന്നും യാതൊരു സംശയവുമില്ല. കവിത മരിക്കുന്നു, കല മരിക്കുന്നു, സാഹിത്യം മരിക്കുന്നു എന്ന് പറയുന്നതെല്ലാം നമ്മുടെ നിസ്സാരമായ 70 വർഷത്തിലോ 80 വർഷത്തിലോ മാത്രം നാം ഭൂമി അവസാനിക്കും എന്ന് പറയുന്നത് പോലെ അത്രയും നിസ്സാരമായ കാര്യമാണ്. അതിനുശേഷവും വായന തുടരും, സാഹിത്യം തുടരും, കലകളും തുടരും, ഇത്തരം രംഗകലകളും തുടരും. അവിടെ കലാകാരൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതുപോലെ കലയെ, ഈ കല അവനവൻ അനുഭവിക്കുന്ന അനുഭൂതിയെ, ആനന്ദത്തിനെ ഈ സ്വന്തം സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ, അത് തന്നെ ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്. ആ സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ വ്യക്തിജീവിതം നന്നാക്കാനും അതോടൊപ്പം തന്നെ സമൂഹത്തിനെ കുറച്ചുകൂടി പരിണമിപ്പിക്കാനും പ്രാപ്തമാക്കുക എന്നതാണ് ഒരു കലാകാരൻ്റെയോ കലാകാരിയുടെയോ ലക്ഷ്യം. അത് ഓരോരുത്തരായിട്ട് എല്ലാ തലമുറകളിലും ഓരോരുത്തരായി, ഇന്നിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഹരീഷ് ശിവരാമകൃഷ്ണനും നന്ദിനിയും എല്ലാം കർണാടക സംഗീതം വളരെ ജനകീയമാക്കി. പുതിയ തലമുറ മുഴുവനും രംഗപുരവിഹാര ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള പ്രതിഭകളുടെ സംഭാവനയാണ്. ഒരുപക്ഷെ നിങ്ങളും കേട്ട് കാണും, സദസ്സിലിരിക്കുന്ന പലരും കേട്ട് കാണും, രംഗപുരവിഹാര ഹരീഷ് പാടുമ്പോൾ ഒരു വലിയൊരു യൗവനം കൈയടിക്കുന്നുണ്ടെങ്കിൽ അത് നിസ്സാര കാര്യമല്ല. അപ്പോൾ അത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഈ പരിഷ്കാരങ്ങൾ തന്നെ ഈ പറഞ്ഞ കാലാനുസൃതമായി, കാലോചിതമായി കഥകളിയിലും മറ്റ് രംഗകലകളിലും പ്രദർശന കലകളിലും എനിക്ക് തോന്നുന്നു നാടൻ കലകളിൽ പോലും വരുന്നുണ്ട്. ഈ മാറ്റം വരുത്തുന്നു എന്നതാണ് കലാകാരൻ്റെ വ്യക്തി ജീവിതത്തിലെ ആദ്യത്തെ കടമ. ഈ മാറ്റം വരുത്താനായി അയാൾ പ്രത്യക്ഷമായ എന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നുണ്ടോ എന്നത് സെക്കൻഡറിയാണ്. അതിൽ സാങ്കത്യമില്ല. ഒരു കലാകാരൻ്റെ ധർമ്മം അയാളുടെ കല നിരന്തരമായി പരിഷ്കരിക്കുകയും അതിന് പുതിയ തലങ്ങൾ തേടുകയും അതിനെ സമൂഹത്തിലേക്ക് സംഭാവന ചെയ്യുകയുമാണ്. അത് തന്നെയാണ് അയാളുടെ സാമൂഹ്യ പ്രവർത്തനം. ഈ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിൽ സ്വാഭാവികമായും രാഷ്ട്രീയവും മറ്റ് ഇടപെടലുകളും കടന്നു വരും. പക്ഷെ അതെല്ലാം പരോക്ഷമായി മാത്രം സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് ശ്രീകണ്ഠൻ നായർ ലങ്കാലക്ഷ്മിയിൽ അസാധ്യമായി പറഞ്ഞു വെച്ച പ്രമേയമാണ്. രാവണൻ്റെ അവസാനത്തെ രാത്രിയാണ് ലങ്കാലക്ഷ്മി. അന്ന് മണ്ഡോദരിയോട് ഇത് സമാനമായ രീതിയിൽ രാവണൻ തൻ്റെ കഥ പറയുമ്പോൾ എനിക്ക് തെറ്റുപറ്റിയെന്ന് തോന്നുന്നു, എനിക്ക് തെറ്റ് പറ്റിയോ എന്ന് അപഹരിച്ചു എന്നത് നേരാണ്. ശ്രീ മുരളി ഏകാഹാര്യം ചെയ്യുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഈ രംഗാലക്ഷ്മി ഒരാളാണ് 12 കഥാപാത്രങ്ങളായി പരകായ പ്രവേശം ചെയ്യുന്നത്. ഈ സംഭാഷണം തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ആരാരെന്ന് മനസ്സിലാകാത്ത രീതിയിൽ അഭിനയത്തിൻ്റെ ഉജ്ജ്വല കോടിയിൽ നിന്ന് ഒരു മണിക്കൂർ രാവണൻ തൊട്ട്
പ്രഹസ്തൻ തൊട്ട് കുംഭകർണൻ തൊട്ട് എല്ലാവരും ഒരാളായി മാറുന്ന അസാമാന്യമായിട്ടുള്ള രാസവിദ്യ, അതാണ് കലാകാരിയുടെയും ഈടുവയ്പ് എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായും അത് കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന മനുഷ്യരിൽ പരിണാമം ഉണ്ടാക്കും. അപ്പോൾ അതിന് അസ്തിത്വ വ്യഥ അല്ലെങ്കിൽ കാൽപ്പനികമായ കലയ്ക്ക് എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ അതും റിലേറ്റബിൾ ആണ്. ഇപ്പം ചങ്ങമ്പുഴ കവിത എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വായിച്ച് എൻ്റെ അമ്മയടക്കം വായിച്ച് കരഞ്ഞ ഒരു കാലമുണ്ട്. ഇന്നും അത് വായിച്ച് റിലേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും, സമാനമായ ജീവിതം അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. എന്ത് തരം കലയാകട്ടെ, അത് കലയാകുന്ന ആ നിമിഷം അതിന് ഗുണമേന്മ കൈവരുന്നുണ്ട്. ഗുണമേന്മ എന്ന് പറയുന്ന ആ നിർവചനാതീതമായ മൂല്യം, അതാണ് കലാകാരനും സാമൂഹ്യ പ്രവർത്തനവും വ്യക്തി ജീവിതത്തിലുണ്ടാക്കുന്നത്. അത് സ്വകീയ ജീവിതത്തിൽ മാത്രമല്ല അപരജീവിതത്തിലും കൊണ്ടുവരുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഒരാളുടെ ജീവിതം സഫലമാകുന്നത്. ഞാൻ സംസാരിക്കുന്ന ആ പ്രതിഭയുടെ ഓർമ്മയുടെ മുമ്പിലും പിന്നെ പൂർവസൂരികളായ എല്ലാവരുടെ മുന്നിലും നമസ്കരിച്ചു പോകുന്നത് അവർ നമുക്ക് സംഭാവന ചെയ്ത ഇത്തരത്തിലുള്ള അമൂല്യമായ ഈടുവെപ്പുകൾ ഓർത്താണ്. അതായിരിക്കണം ഇനിയും മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? ടെക്നോളജി ഇത്രത്തോളം വളർന്ന സമയത്ത്, നമുക്ക് ചുറ്റും സാങ്കേതിക വിദ്യ എല്ലാവരും ഉപയോഗിക്കുന്ന സമയത്ത് ഇനി എന്താണ് ഇത്തരത്തിലുള്ള കലകൾക്കുള്ള പ്രസക്തി എന്ന് ചോദിച്ചാൽ, ലണ്ടനിലോ അമേരിക്കയിലോ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ ഈ ക്യാമറയിലൂടെ ഇത് കാണാം. അത് ഒരു എങ്ങനെ പറയുമ്പോഴും അതൊരു ഒരു 2D കാഴ്ച മാത്രമാണ്. പക്ഷേ ഇന്ന് വിർച്വൽ റിയാലിറ്റി, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറയുന്ന അപാരമായ സാങ്കേതിക വിദ്യകൾ പ്രചാരത്തിൽ വരുമ്പോൾ ഒരുപക്ഷെ വിദൂരങ്ങളിലിരിക്കുന്ന ഒരു സഹൃദയന് പോലും നമ്മൾ ഈ കണ്ട മുഹൂർത്തം സ്വന്തം ലിവിങ് റൂമിൽ ആസ്വദിക്കാൻ കഴിയും. അതിലേക്ക് ടെക്നോളജിയെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഇത്തരം കലകളുടെ അടുത്ത ലക്ഷ്യമാകേണ്ടത്, അടുത്ത ഉദ്ദേശമാകേണ്ടത്. ഇത്തരം സാങ്കേതികതകൾ നമുക്ക് സഹായകരമാം വിധം ഉപയോഗിക്കുക. അതിനെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അയ്യോ ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ ഒരു മെഡിയോക്കർ ഇടത്തരം മൂല്യങ്ങൾ സംഭാവന ചെയ്യുകയാണല്ലോ, എല്ലാവരും ഇടപെട്ട്. ശരിയാണ്, കലാകാരൻ ഇന്ന് ഒരു യൂട്യൂബോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാമോ ചെയ്തു കഴിഞ്ഞാൽ വഴിയെ പോകുന്ന ആർക്കും എന്തും പറയാം എന്ന് പറയാവുന്ന അവസ്ഥയാണ്. സ്വന്തം അച്ഛനോ അമ്മയ്ക്കോ എല്ലാവർക്കും ആർക്കും എന്തും പറയാം. ഇതിൽ യാതൊരു പാഠവമോ അറിവോ ഇല്ലാത്ത ആർക്കും എന്തും പറയാം എന്നൊരു വലിയൊരു റിസ്ക് ഇന്ന് കലാകാരൻ നേരിടുന്നുണ്ട് സമൂഹ പ്രവർത്തനം എന്ന് പറയുമ്പോൾ. പക്ഷേ അതിനപ്പുറത്ത് പതുക്കെ അത് പരിണമിക്കുന്നുണ്ട്. ഈ പുതിയ തലമുറ ഈ പറഞ്ഞ സകൗതുകം കുതൂഹലത്തോടുകൂടി എൻ്റെ മകളവിടെ ഇരിക്കുന്നുണ്ട്. അവൾ ആദ്യമായാണ് കഥകളി കാണുന്നത്. അപ്പം അവൾക്ക് അത് കണ്ട സ്വാഭാവികമായും അവൾക്കത് മനസ്സിലാകണമെന്നില്ല. പക്ഷേ ആ മുഹൂർത്തം അത് മനസ്സിലാകും. കാരണം അത് പ്രാപഞ്ചികമാണ്. ഒരു മരണം പ്രാപഞ്ചികമാണ്. രാമായണത്തിൽ രാമൻ അവസാനം വിഭീഷണൻ വന്ന് രാവണനെ കടലിലെറിയണം, ഒരു ഉപചാരവും കൊടുക്കരുത് എന്ന് പറയുമ്പോൾ രാമൻ പറയുന്നത്, വിഭീഷണ, എല്ലാ ശത്രുതയും മരണത്തോടു കൂടി അവസാനിക്കും. അതുകൊണ്ട് എന്നെ എപ്രകാരം സംസ്കരിക്കുന്നുവോ അപ്രകാരം എല്ലാ ഉപചാരങ്ങളോടും കൂടി ലങ്കേശ്വരനെ യാത്രയാക്കുക എന്നാണ്. ഇതാണ് എല്ലാ ഇതിഹാസങ്ങളുടെയും സന്ദേശം. ഈ സന്ദേശത്തിനുള്ളിൽ ആ മഹാകവി അല്ലെങ്കിൽ ആ കലാകാരൻ ഒളിപ്പിക്കുന്ന വ്യാഖ്യാന സാധ്യതകളാണ്. അതിലൊന്നാണ് നമ്മളിവിടെ കണ്ടത്. അത് പ്രാപഞ്ചികമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കൊച്ചുകുട്ടി പോലും ഒരു മരണം അല്ലെങ്കിൽ സ്വന്തം മകളുടെ ഭർത്താവിനെയാണ് കൊന്നത് അറിയാതെ എന്ന നാടകീയ മുഹൂർത്തം ആസ്വദിക്കുന്നത്. അതിൻ്റെ സൂക്ഷ്മാഭിനയം അവർക്ക് വിടുക. അതിൽ താല്പര്യമുള്ളവർ അത് പിന്നീട് കണ്ടെത്തിക്കോളും. മെല്ലെ മെല്ലെ അത് ജനകീയമാക്കാൻ നാം ശ്രമിക്കേണ്ടതില്ല എന്നാണ് ഇതുവരെയുള്ള നമ്മുടെ അനുഭവം നമ്മോട് പറയുന്നത്. എത്ര വന്നാലും ഇപ്പോൾ ശാസ്ത്രീയ കലകൾ ശാസ്ത്രീയമായി തന്നെ അഭ്യസിക്കേണ്ടതാണ്. അത് ശാസ്ത്രീയമായി തന്നെ അഭ്യസിച്ചോളും. അത് കഴിഞ്ഞ് അവരത് ആസ്വദിച്ചോളും. അല്ലാതെ വരുന്ന വ്യാഖ്യാനങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ ജനകീയമായി തന്നെ സമൂഹ ജീവിതത്തിലേക്ക് കലാകാരൻ സ്വന്തം വ്യക്തി ജീവിതത്തിലൂടെ പകർന്നു കൊടുക്കുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞ സ്മര്യനും ചെയ്തത്. അതുതന്നെയാണ് ഈ കലാകാരന്മാരും ചെയ്യുന്നത്. ഇനി വരുന്ന കലാകാരന്മാരും പുതിയ തലമുറയിൽപ്പെട്ട
കുറച്ച് പേരെങ്കിലും ഇന്നിവിടെ ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അവരും ഭാവിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ കഥകളി പദങ്ങളൊന്നും ഒരുപാട് ജനകീയമാണ്. ആര്യാദയാൽ, ദീപ പാലനാട്ട് തൊട്ട് എല്ലാവരും കഥകളി പദങ്ങൾ പാടുന്നുണ്ട്. ഇപ്പം കഥകളി പദങ്ങൾ പ്രചാരം നേടുന്നതോടുകൂടി തന്നെ എന്താണ് കഥകളി എന്നറിയാനുള്ള ഒരു കൗതുകം വരും. അങ്ങനെ അത് മുന്നോട്ട് തന്നെ പോകും. ഒന്നും അന്യം നിൽക്കില്ല. പ്രധാനപ്പെട്ട കാര്യം അതാണ്. അന്യം നിന്നു എന്ന് നാം കരുതുന്ന പല കലകളും ഇന്ന് നാം കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയയ്ക്ക് നന്ദി എന്ന് നമുക്ക് പറയാം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള നമുക്കറിയാത്ത പല കാര്യങ്ങളും പല കലകളും നാം ഇന്ന് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും അന്യം നിന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ കലകളൊന്നും അന്യം നിൽക്കാതിരിക്കാൻ ഒരു കലാകാരൻ്റെ സാമൂഹ്യ പ്രവർത്തനം മതിയാകും. അത് തന്നെയാണ് ഒരു കലാകാരൻ്റെ വ്യക്തിജീവിതം ആവശ്യപ്പെടുന്നത്. ഒരു കലാകാരൻ കലാകാരനായിരിക്കുക എന്നതാണ് അയാളുടെ വ്യക്തിജീവിതം ആവശ്യപ്പെടുന്നത്. അതിന് കൊടുക്കേണ്ട സംഭാവനകൾ ചെറുതല്ല. ഈ പറഞ്ഞതുപോലെ പഴയകാലത്തെ സ്പോൺസർഷിപ്പുകളും പേട്രണേജും ഒന്നും ഇന്നില്ല. ഇത്തരം കലകൾക്ക് അപാരമായ ഒരുപാട് ചെലവ് വരുന്ന രംഗകലകളാണെന്ന്. അതിന് പക്ഷേ ഒരുപാട് പ്രോത്സാഹനജനകമായ ചുവടുവെപ്പുകൾ ഇന്ന് കാണുന്നുണ്ട്. പല കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാര്യമായി എടുക്കുന്ന കമ്പനികൾ ഇന്ന് ഇത്തരം കലകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതും പ്രോത്സാഹജനകമായ കാര്യമാണ്. അവരും മുന്നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പാട്രണേജുകളിൽ പണ്ട് രാജസദസ്സുകളിലോ അല്ലെങ്കിൽ ധനികന്മാരുടെ ഭവനങ്ങളിലോ മാത്രം അരങ്ങേറിയുന്ന കലകൾ ഏറ്റെടുക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഇനിയും ഇത്തരത്തിലുള്ള പാട്രണേജുകൾ മുന്നോട്ട് വരും എന്നുള്ളത് ഒരു ശുഭപ്രതീക്ഷയാണ്. ശുഭോദർക്കമായ ഭാവിയാണ് എന്തായാലും ഒരു കലാകാരൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് ഈ കാലഘട്ടത്തിൽ കാത്തിരിക്കുന്നത്. ഇന്ന് ഇത് പരിണമിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള മിഡിയോക്കർ ഡിഫോംഡ് ആയിട്ടുള്ള എസ്തെറ്റിക്സ് എന്ന് പറയുന്ന വികലമായ സൗന്ദര്യബോധം തീർന്നു പോകും. അത് നമ്മുടെ ജനത, ഈ സമൂഹം ഒരു പുതിയ ലാവണ്യബോധത്തിലേക്ക് ഉണരും. കാരണം കല എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഭാഷയാണ്. സാമൂഹ്യ പ്രവർത്തനം മനുഷ്യബന്ധങ്ങളുടെ പാലമാണ്. ഇത് രണ്ടും നിലനിൽക്കുന്നിടത്തോളം കാലം കലാകാരൻ്റെ സാമൂഹ്യ പ്രവർത്തനം അയാളുടെ വ്യക്തിജീവിതം തന്നെയാണ്. നിങ്ങളെ അധികം ബോറടിപ്പിക്കുന്നില്ല. ഇതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സഹിച്ചിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമസ്കാരം.